നിറച്ച് കഴിച്ചു, അതിനുശേഷം നല്ല ചെയ്ത്ത് ചെയ്തു എന്ന്. എന്തായാലും അതേ MM മണിക്ക് വീണ്ടും ജനങ്ങൾ മറുപടി നൽകുന്നുണ്ട്. നല്ല ചെയ്ത്ത് തന്നെ ചെയ്തിട്ടുണ്ട് MM മണി. അതുകൊണ്ട് സേനാപതി വേണുവിന്റെ ഈ വിജയം നിസാര വോട്ടുകൾക്ക് മാത്രമല്ല, മികച്ച വിജയമാണ്, ഉജ്ജ്വലമായ വിജയമാണ് സേനാപതി വേണു ഇപ്പോഴിതാ നേടുന്നത്. ഉടുമ്പൻചോലയിൽ നിന്ന് സേനാപതി വേണു വിജയിച്ചു കയറുമ്പോൾ രാഷ്ട്രീയ കേരളം കൃത്യമായ മറുപടി നൽകുന്നു, ജനങ്ങൾ കൃത്യമായ മറുപടി നൽകുന്നു. 3 സീറ്റുകളിൽ NDA മുന്നിലാണ് കേട്ടോ. ഏറ്റവും പുതിയത് ചാത്തന്നൂർ 263 വോട്ടുകൾക്കാണ് ഇപ്പോൾ ഗോപകുമാർ. അപ്പോൾ നേമത്ത് കഴക്കൂട്ടത്ത് ചാത്തന്നൂർ, നേമം കഴക്കൂട്ടം ചാത്തന്നൂർ. പാലക്കാട് വന്നില്ല, പാലക്കാടിലേക്ക് മാറിയിരിക്കും. തിരുവനന്തപുരത്ത് കരമന മുന്നിൽ, തിരുവനന്തപുരത്ത് കരമന 55 വോട്ടുകൾക്ക് മുന്നിൽ. തിരുവനന്തപുരം സെൻട്രലിൽ കരമന 55 മുന്നിൽ. CP ജോൺ പുറകോട്ട് പോകുന്നു. വലിയ മത്സരം നേരിടുകയാണ് CP ജോണും K മുരളീധരനും. ഈ UDF ജയിക്കുകയാണെങ്കിൽ മന്ത്രിസഭയിൽ ഉണ്ടാകേണ്ടുന്ന രണ്ടുപേരാണ് അവർ. രണ്ടും ശക്തമായ തിരുവനന്തപുരത്ത് കരമന സുധീർ ചിത്രത്തിലുണ്ടോ എന്നതാണ് ഇനി നമ്മൾ അറിയേണ്ടത്. 3ാം സ്ഥാനം, അതാണ് അത്രമേൽ പിന്നിലേക്ക് പോകുന്നു എന്നതാണ്. ഇപ്പോഴിതാ 1ാം സ്ഥാനത്തേക്ക് കരമന ജയൻ. ഒരു ഘട്ടത്തിലെങ്കിലും തിരുവനന്തപുരം പോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിൽ ആദ്യമായി തിരുവനന്തപുരം പിടിച്ച BJP ഇതാ തിരുവനന്തപുരം ജില്ലയിൽ മൂന്നിടത്ത് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്ന വോട്ട് എണ്ണലിന്റെ ഒരു ഘട്ടത്തിലെങ്കിലും എന്നതാണ്. KK രമ വിജയം ഉറപ്പിച്ചിരിക്കുന്നു. TP-യുടെ ഓർമ്മ ദിനമാണ്, അന്നാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. അത് KK രമ തന്നെ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. എന്തായാലും ആ ദിനത്തിൽ മറുപടി പിണറായി വിജയൻ 6 റൗണ്ട് പിന്നിൽ പോയ ദിവസം KK രമ വിജയം ഉറപ്പിച്ചിരിക്കുന്നു. 14-ൽ 11 റൗണ്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ തന്നെ KK രമയെ വീണ്ടും മത്സരിപ്പിക്കുന്നതിനെതിരെ ചില കോൺഗ്രസുകാരെങ്കിലും ഇനിയും KK രമയ്ക്ക് അവസരം നൽകേണ്ടതുണ്ടോ എന്നതായിരുന്നു ചോദ്യം. ഉമാ തോമസിനും അടക്കം ഇടം നൽകേണ്ടതുണ്ടോ എന്നത് തൃക്കാക്കരയിൽ നിന്ന് അടക്കം ഉയർന്നു വന്ന ചോദ്യമുണ്ടായിരുന്നു. അവിടെയാണ് KK രമയും ഉമാ തോമസും പോലെയുള്ള വനിതാ മുഖങ്ങൾ അടക്കം ഇപ്പോൾ മുന്നിട്ട് കയറുന്നത്. അവിടെ ഇതാ കോൺഗ്രസ് മത്സരാർത്ഥികളാക്കിയ, UDF മത്സരാർത്ഥികളാക്കിയ വനിതാ മുഖങ്ങൾ എല്ലാവരും